നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട്സിനെ എങ്ങനെ മീറ്റ് ചെയ്തു എന്ന് ചോദിച്ച് കുറെ കമന്റ്സ് വന്നിരുന്നു. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് തുടങ്ങുന്നത്, അതിന്റെ ബിഗിനിങ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് വളർന്നത്. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ആരംഭിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ UAE വന്നതിന് ശേഷമാണ്. ഇതിന്റെ അകത്ത് റിജോ ചിക്കു ഉണ്ട്, സറഫും മിന്നിയും ഉണ്ട്, സമിലിക്കും പാത്തും ഉണ്ട്, രാകേഷും യമിനിയും ഉണ്ട്. ഈ ഗ്യാങ്ങിൽ ഈ ഗ്യാങ്ങിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് റിജോ ചേട്ടൻ ചിക്കുനും കേട്ടോ. ആ സമയത്ത് അതായത് 2017 സമയത്ത് നമ്മുടെ റിജോ ചേട്ടനും ചിക്കു അവരിവിടെ ആയിരുന്നല്ലോ സെറ്റിൽഡ്, ദുബായിലായിരുന്നു സെറ്റിൽഡ്. പക്ഷെ കനേഡിയനാ, ഭയങ്കര വലിയ കാനഡയില് കുഞ്ഞാവയില്ലേ നമ്മുടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം. ചിക്കുന്റെ സിസ്റ്റർ ആട്ടോ കുഞ്ഞാവ. നീതു എന്ന പേര് നമ്മള് കുഞ്ഞാവ അവിടെ പോണട്ടോ. നമ്മള് അബുദാബിയിൽ വെച്ച് അവര് കാണാൻ വേണ്ടി വന്നു കുഞ്ഞാവ. ആ ടൈമില് കുഞ്ഞാവ അബുദാബിലും റിജോൻ ചിക്കും ദുബായിലും. ഞങ്ങൾ ആ സമയത്ത് ഷെയറിംഗ് അക്കോമഡേഷനിലോ നിൽക്കണേ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമില് ചിക്കുവിന് മെസ്സേജ് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളും വീഡിയോ ചെയ്യണ്ട, അവരും വീഡിയോ ചെയ്യണ്ട. അപ്പൊ ആ ഒരു ആത്മബന്ധം ഇവർക്ക് ചിക്കുവിനോടും ചിക്കുവിന് ഇവയോടും ഉണ്ട്. ഞാനും കണ്ടിട്ടില്ല, വലിയ റിലേഷൻ അല്ല, ചെറുതായിട്ട് വീഡിയോ കാണാറുണ്ട്, അടിപൊളിയാണ്, അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പൊ ചിക്കു പറഞ്ഞു ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്, പറ്റിയ കാണാമെന്ന് പറഞ്ഞു അബുദാബിക്ക്. അപ്പൊ അതൊരു വെള്ളിയാഴ്ച വരുന്നു. അപ്പൊ ഞാൻ അയച്ചോണ്ട് പറഞ്ഞു അയച്ചേട്ടാ നമുക്ക് വീട്ടിലെന്തായാലും ആ സമയത്ത് അങ്ങനെ ഗസ്റ്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കൊണ്ടുവന്നാൽ നമ്മുടെ ബെഡ്റൂമിൽ ഇരുത്തണം, അത് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും ബുദ്ധിമുട്ട് അവർക്കും അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അവിടെ WTC മോൾ അടുത്തുണ്ട്. അപ്പൊ അയച്ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പൊ അയച്ചേട്ടൻ എനിക്ക് ഇങ്ങനെ അവരെ പോയി കാണാം, അവരുടെ അടുത്ത് പറഞ്ഞു എന്ത് വിചാരിക്കും, മോശമല്ലേ വരാം. അയച്ചേട്ടൻ പറഞ്ഞു എനിക്ക് ക്ഷീണം, ഞാൻ ഉറങ്ങാം, നീ ഒരു പണി നീ തന്നെ പോയി കണ്ടിട്ട് വായോ, അവിടെ അടുത്ത് തന്നെയല്ലേ. വേറെ നല്ല എനിക്ക് അത് ക്ഷീണത്തിന്റെ അല്ല, മെയിൻലി പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഇഷ്ടമല്ല. ഞാൻ അത് അവരുടെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയായിപ്പോയി. എനിക്ക് പുതിയ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ പുതിയ എന്റെ സർക്കിള് വൈഡ് ആക്കുന്നതിനോട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പൊ അങ്ങനെ അയച്ചേട്ടന്റെ കയ്യും കാലം പിടിച്ച് അയച്ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ പോയി. അയച്ചേട്ടൻ എന്നിട്ട് എന്റെ കൂടെ വന്നു. എന്തോ ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആവുക. അങ്ങനെ എന്താ ചെയ്തപ്പോ അയച്ചേട്ടൻ പറഞ്ഞു വേണ്ട നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇനി വഴക്കിടണ്ടല്ലോ. അത് വൈകുന്നേരം രാത്രി 8:30-കോ 8 മണിക്കോ രാത്രി എങ്ങാണ്ടാ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും നമ്മുടെ അടുത്ത് തന്നെയാലോ. അപ്പൊ ഞാനും ഇവയുടെ കൂടെ ചെന്നു. ഞാനൊരു കോട്ടൊക്കെ ഇട്ട് വീട്ടിലുള്ള ഡ്രസ് കാണാണ്ടിരിക്കാൻ അതിന്റെ മുകളിൽ ഒരു കുടിയൊക്കെ ഇട്ടിട്ട് ഡിസംബർ ആയിരുന്നു, വീഡിയോ ഫോട്ടോ ഒന്നും ഇല്ലടാ. അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ അവന് മുമ്പിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന അവര് പുറകേന്ന് ഇങ്ങനെ വന്നു. എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയാണ്. പുറകേന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ സംസാരിച്ചു. അതെ. അപ്പൊ നമ്മളും അപ്പോൾ WTC മാളിന്റെ അകത്ത് വെച്ചാണ് റിജോനും ചിക്കുവിനെയും പരിചയപ്പെടുന്നത്. അതൊരു ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചു ചിക്കു ഭയങ്കര പ്രായം കുറവാന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആക്ച്വലി അതായത് ചെറുതല്ലേ, കുഞ്ഞു ചോട്ടായിരുന്നു. അപ്പൊ ഞാൻ അവസ്ഥ ഇത് കേൾക്കുമ്പോ റിജോടെ ഇരുന്ന് ചിരിക്കണ്ടാവും, ബിയർ എടുത്ത് കുടിച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണ്ട. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചേട്ടനും റിജോ ചേട്ടനും തമ്മിൽ കുറച്ച് കമ്പനിയായി. ആ ഒരു ബ്രേക്കായി, ചെറിയൊരു കമ്പനി കേട്ടോ. കാരണം നമ്മളിപ്പോ അവനോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും അവനെ കൊഞ്ചിക്കാൻ തോന്നും. അങ്ങനെയല്ല അവൻ ഇരിക്കണത്. അപ്പൊ അവനോട് ചെറിയൊരു ഇഷ്ടം വന്ന് അവൻ കുറച്ചുകൂടി വണ്ണത്തിലായിരുന്നു. ഗുളുഗുളു വേണം അവൻ, ഗുളുഗുളു. അപ്പൊ അവനെ ഭയങ്കര ഇഷ്ടം, അന്നത്തെ ഇവനെ പോലെ. അപ്പൊ അവനോട് ചെറിയൊരു അടുപ്പം. എന്നാലും ആ റിലേഷൻ അത് കഴിഞ്ഞു. പിന്നെ നമ്മളവരെ കാണുന്നോ ഫ്രണ്ട്ഷിപ്പ്, അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. അത് അവിടെ വെച്ച് തീർന്നു. ജസ്റ്റ് അയച്ചേണ്ട മനസ്സിൽ ജസ്റ്റ് ഞാൻ എന്റെ നിർബന്ധത്തിൽ വന്നു, പരിചയപ്പെട്ടു, തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം നമ്മള് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ദുബായിലേക്ക് എനിക്ക് ജോലി മാറ്റം കിട്ടി. അങ്ങനെ ദുബായിലെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും റിജോൻ ചിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അത് നമ്മൾ എന്തോ വീഡിയോ ഇങ്ങനെ ഇട്ടപ്പോ അവര് പറഞ്ഞു അങ്ങോട്ട് വന്നല്ലേ, അല്ലെങ്കിൽ ഞാൻ പറയാം എന്തോ അതെനിക്ക് ഓർമ്മയില്ല എങ്ങനെ അവരറിഞ്ഞു. അപ്പൊ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കാരിഫോറിൽ പോയിരിക്കും. അവിടെ നിന്ന് കുറച്ചുണ്ട് നമ്മൾ കാരിഫോറിൽ, എനിക്ക് ഓർമ്മയുണ്ട്, കാരിഫോറിലെ സ്പൂൺ എടുക്ക എന്തോ സാധനം കുറച്ചധികം ബാഗും ബസ്സിന് പോവാൻ ബുദ്ധിമുട്ടാ. പക്ഷെ എന്നാലും ബസ്സിന് പോകാൻ വേറെ വഴിയില്ല, വണ്ടിയൊന്നും ഇല്ലല്ലോ. ഞാനിങ്ങനെ സ്പൂണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ അജയനോട് പറഞ്ഞു ചിക്കു വിളിക്കുന്നുണ്ടാ, ഇങ്ങനെ അവരിവിടെ ഉണ്ടെന്ന് പറയണ കണ്ടാലോ. നിനക്ക് മതിയായില്ലേ, ഫുൾ ടൈം ഇവരെ തന്നെ കാണാണ്, എന്തിനാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞു. അയച്ചോണ്ട് ദേഷ്യമായിരുന്നു. അയച്ചോണ്ട് എന്ത് തേങ്ങയുടെ മൂടെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചോണ്ട് ഇങ്ങനെ ഞാൻ എന്റെ കംഫർട്ട് ബ്രേക്ക് ആവാലോ. നിങ്ങൾക്ക് അത് വേണമെന്ന് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാം ഞാനൊരു കമ്പനി ഇല്ല. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് നടക്കും. പക്ഷെ എടുത്തോണ്ട് നടക്കാൻ പറ്റില്ല, അവര് നല്ല ഭാരമുണ്ട്.
പിന്നെ എടുക്കാൻ പറ്റിയ ചിക്കുവിനെയാ, അതിനവൻ സമ്മതിക്കൂടി. അറിയില്ല, പെങ്ങളല്ലേ, കുഴപ്പമുണ്ടാവില്ല, റിജോച്ചേട്ടന് കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും വന്ന് സംസാരിച്ചു. അന്ന് കുഞ്ഞാവയുണ്ട്, കുഞ്ഞാവയെടുത്ത് സംസാരിച്ചു. അപ്പൊ അവര് വന്നു വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഷോപ്പിംഗിന്റെ ഇടയിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ വിളിക്കണ്ട, നമുക്കിത് വാങ്ങിച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ പറഞ്ഞ അത്ര എക്സാജറേറ്റഡ് അല്ല എന്നാലും. എന്നിട്ട് പക്ഷെ അവര് വന്നു നമ്മുടെ അടുത്തേക്ക്, നമ്മൾ വർത്താനം പറഞ്ഞു. വന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് റിജോയുടെ കാറിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ വെക്കാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്തു. കുറെ നേരം അതുകൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടേ ചിക്കു വെച്ച് കുറച്ച് വെള്ളം തരണം. വെള്ളം ഇല്ല, വാങ്ങിക്കാൻ മറന്നുപോയി. അതെനിക്ക് ഇപ്പോഴും ഇല്ല, ഇവിടെ അടുത്ത ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം, നിങ്ങൾ ഇനി എങ്ങനെ കുടിക്കും, എവിടെന്നെങ്കിലും ഒപ്പിച്ചുകൂടെ വെള്ളം. അങ്ങനെ അന്ന് വീട്ടിലിരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് അടുപ്പായി. പിന്നെ പതുക്കെ പതുക്കെ അവര് നമ്മുടെ ലൈഫിന്റെ ഭാഗമായി തുടങ്ങി. നമ്മൾ പോലും അറിയാതെ ഒരു വൈറസ് പോലെ അവൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ പടർന്നു കയറി. അയ്യേ, അർത്ഥം അറിയോ? ഇല്ല, അങ്ങനെ റിജോവും ചിക്കും നമ്മുടെ ലൈഫിന്റെ ഭാഗമായി ചിക്കും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് റിജോനും ചിക്കും നമ്മളുടെ സർക്കിളിലേക്ക് വരുന്നത്. എന്തോ വിളിക്കാറുണ്ടല്ല, എന്ത് സെക്സി യാന്ത്രികൻ, റോബോട്ട് മാൻ, യന്ത്രൻ. അപ്പൊ നമ്മുടെ ഒപ്പം ഇപ്പൊ റിജോ ഉണ്ട്, അതുപോലെ തന്നെ പ്രിയ ഉണ്ട്. പ്രിയാൻ എന്താ വിളിക്കുന്നത്? ചിക്കു. ചിക്കു. ഓക്കെ, അപ്പൊ റിജോ ഇന്നത്തെ പരിപാടി എന്താ? അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു കോളേജിലൊരു ഫ്രണ്ട് ഉണ്ടാവില്ലേ നിങ്ങക്ക്, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഫ്രണ്ട്. ഇന്റർവ്യൂല് ആരോ പറഞ്ഞ കേട്ടു, എടാ ഞാൻ എനിക്ക് ഒരാളെ കൊല്ലണ്ടി വന്നു. ആണോ, സാരില്ല, നമുക്ക് കുഴിച്ചിടാം. ആ വൈബാണ് ചിക്കു. അതെ, അപ്പൊ അങ്ങനെയാണ് ഇവര് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ആരെ പരിചയപ്പെട്ട അയച്ചോന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമീലിക്കാനെ അല്ലേ പരിചയപ്പെടുന്നത്. അത് സമീലിക്കാനും പരിചയപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദുബായിലെത്തി, ദുബായിലത്തെ വീഡിയോസ് ഒക്കെ കുറച്ച് കട്ട ഫാനായിരുന്നു. ആയിരുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ്, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും എല്ലാവരും അന്ന് സബീലിക്ക് ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മോട്ടിവേഷണൽ വീഡിയോസ് എല്ലാവരും കണ്ടവർക്കൊക്കെ അറിയാം. ആദ്യകാലം തൊട്ട് യൂട്യൂബിൽ കിഡിലിനായിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ സമീലിക്ക ചെയ്തിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇരുന്നിങ്ങനെ. അത് ഈ നോർമൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന പോലെ ആയിരുന്നില്ല സമീലിക്ക ചെയ്യുന്നത്. സമീലിക്ക പറയുന്ന സമീലിക്കയുടെ ഒരു സ്റ്റൈൽ ഉണ്ട്, കാണാറില്ലല്ലോ, ഒരു ഓറയുണ്ട്. അല്ല, ഉണ്ട്. ഞാൻ ആ ഇന്റർവ്യൂ എടുക്കാൻ പോണേക്ക് മുമ്പ് കണ്ടായിരുന്നു. ആ സമയത്ത് റബ്ബർ പഠിക്കണത്, അതിന് മുന്നേ ഞാൻ കാണണ്ടായിരുന്നു. ഞാൻ ഫാനായിരുന്നു. അയച്ചയുടെ ഫോളോ പോലും ചെയ്യണ്ടല്ലേ, ബട്ട് സ്റ്റിൽ സമീലിക്ക അജയ്ച്ചന്റെ മെസ്സേജ് അയച്ചു, ബ്രോ നമുക്ക് മീറ്റ് ചെയ്യണം. ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോ അജയ് സ്റ്റീഫൻ ഇല്ലെന്ന് ചോദിച്ചു, നമുക്കൊന്ന് മീറ്റ് ചെയ്യേണ്ട, ഒരു വീഡിയോ ഒക്കെ ചെയ്യേണ്ട. ദുബായിലെ വ്ളോഗേഴ്സിന്റെ കൂടെ എന്തൊരു വീഡിയോ ഇട്ടപ്പോ സമീലിക്കയുടെ സിസ്റ്ററോ മറ്റോ അജയ് സ്റ്റീഫൻ ഉണ്ടല്ലോ, അജയ് സ്റ്റീഫൻ എന്താ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന്. അപ്പോഴാണ് സമീലിക്ക അജയ് സ്റ്റീഫൻ കേൾക്കുന്നത്. അപ്പൊ ആക്ച്വലി സമീലിക്കയുടെ സിസ്റ്ററിന് ഞങ്ങളുടെ അങ്ങനെ സമീലിക്ക എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു. ഇൻസ്റ്റക്ക് വല്ല കാലത്ത് എടുത്ത് നോക്കണമെന്നാ ഞാൻ. എന്നിട്ട് സമീലിക്ക് അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ വേണോ വേണ്ടെന്ന് വിചാരിച്ച് എടുത്ത് പറഞ്ഞു. സമീൽ അബ്ദുൾ റഹ്മാൻ മെസ്സേജ് ഇങ്ങോട്ട് നമുക്ക് ഓഫീസിലെ കണ്ട ചെന്നിട്ട് വൈകുന്നേരം എടുത്ത് പറയാ, ഞാൻ എന്ത് പറയാനാണ്, എനിക്ക് അറിയുമ്പോലില്ല, ഞാൻ കാണാറില്ല, ഭയങ്കര ഡയലോഗ്. ഞാൻ പക്ഷെ കട്ട ഫാനായിരുന്നു. അതിന് കൊടുക്കാൻ ചേട്ടാ വീഡിയോ നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നല്ല പറഞ്ഞു. നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടൂടെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതെ, അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ സമീലിക്കയുടെ അടുത്ത് പറഞ്ഞു ശരി കാണാം എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുത്തു. അപ്പൊ അന്ന് പാത്തുമായിട്ടും തീരെ കമ്പനി പാത്തുവിനെ അറിയും കൂടി ഇല്ല എനിക്ക് പാത്തുവിനെ. അപ്പൊ സമീലിക്ക് റിപ്ലൈ കൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി എന്തെങ്കിലും ഒരു വെറൈറ്റി. ഇപ്പൊ സമീലിക്ക് അന്ന് 150 അല്ല 200 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആ ടൈം. അപ്പൊ സമീലിക്ക് എന്റെ അടുത്ത് ഒരു കണ്ടന്റ് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി നല്ലൊരു കണ്ടന്റ് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പൊ ആ ടൈമിൽ ഈ പ്രാങ്ക് പരിപാടികൾ ഭയങ്കര വൈറലായിട്ട് പോകുന്ന ടൈം. അപ്പൊ നമുക്ക് 1 ലക്ഷം പോലും ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ്, 1 ലക്ഷം അത്ര ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സമീലിക്കോട് ഞാൻ ചോദിച്ചു, സമീലിക്ക ഞാനൊരു സമീലിക്കനെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഞാനും ഇവയും കൂടി സമീലിക്കയുടെ വീട്ടിലേക്ക് വരാം, എന്നിട്ട് സമീലിക്കനെ ഇന്റർവ്യൂ ചെയ്യുന്നിടയ്ക്ക് കുറെ പേഴ്സണൽ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യും സമീലിക്കനെ. അപ്പൊ ഇവയുടെ റിയാക്ഷൻ കിട്ടും, അത് രസമായിരിക്കും, അങ്ങനെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പുള്ളി ഓക്കെ പറയുന്നത് വിചാരിച്ചു. പുള്ളി അങ്ങനെ സമീലിക്കയോടെ ചെന്നു. നമ്മള് നല്ല ബിരിയാണി കഴിച്ചു. അതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂ എടുത്തു കേട്ടോ. ഇന്റർവ്യൂ പോലെ ചെയ്തു. ഇവാകെ എനിക്ക് ഭയങ്കര ഫാനായിരുന്നു. എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ മാത്രല്ല, ഭയങ്കര ഒരു ചെറിയ പേടിയുണ്ട്.
പിന്നെ ഭയങ്കര ബഹുമാനം ഫീൽ ഉണ്ട്. ഇപ്പോഴും നമുക്ക് ബഹുമാനം ഉണ്ട് കേട്ടോ. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അപ്പുറം. എന്നിട്ട് അപ്പൊ സമീലിക്കയുടെ അയച്ചേക്കാളും സമീലിക്ക, പക്ഷെ ഇക്കാന്ന് വിളിക്കണേ. അപ്പൊ മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ സമീലിക്ക എന്നിട്ട് നമുക്ക് ഇത് ചെയ്തു, പ്രാങ്ക് ചെയ്തു. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു. നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ, നമ്മുടെ ചാനലിൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. മാത്രമല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, സമീലിക്കയുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ സബ്സ്ക്രൈബേഴ്സ് സമീലിക്കയുടെ ചാനലിൽ നിന്നും നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വന്നിരുന്നു ആ ഒരു വീഡിയോ വഴി. അങ്ങനെ ഭയങ്കര നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു വീഡിയോ ആയിരുന്നു അത്. ആക്ച്വലി ഇവയുടെ പേടിയും സംഭവങ്ങളും സമീലിക്കയുടെ റിയാക്ഷൻ ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെയാണ് സമീലിക്കായിട്ടുള്ള ഇന്ററാക്ഷൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പോവാം. ഒരു മിനിറ്റ് എന്ത് കാണിക്കണേ? ക്യാമറ എനിക്ക് ദേഷ്യം വരുന്നവേ. പോവാം. ഇവ മതി കൂടുതൽ നീ പറയണ. നീ വന്നേ എന്തിട്ട് കാണിക്കണം? നമ്മൾ എന്തായാലും എന്തൊക്കെയാ ഞാൻ പറഞ്ഞായിരുന്നു ചെയ്യാൻ. അത് കഴിഞ്ഞ് പാത്തു ബിരിയാണി തോന്നുന്നു എന്റെ. പിന്നെ ഞാൻ നോക്കിയപ്പോ ബിരിയാണി മാത്രല്ല, അവിടെ ക്യൂട്ട് ഭയങ്കര എന്താ പറയാ, ബബിള് പോലെ ഭയങ്കര നോട്ടിയായിരുന്നു, ഭയങ്കര ക്യൂട്ട് എന്ന് പറഞ്ഞ. പിന്നെ പാത്തുവിന് നിങ്ങൾക്ക് അറിയാലോ, പാത്തു നമ്മുടെ ഇതെന്ന് വെച്ചാൽ പാത്തു ബിരിയാണി ഉണ്ടാക്കി. അതുവരെ വീഡിയോയിലൊന്നും പാത്തു ഉണ്ടായിരുന്നില്ല. അതിന് പാത്തുവിനെ പരിചയപ്പെട്ട് പാത്തുവിന്റെ ചിരിയായാലും സംസാരമായാലും നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ഇത്ത വർത്താനം പറഞ്ഞ പോലെ കൊല്ലു അലിച്ചേട്ടൻ കാണും. അങ്ങനെയല്ല, കുഞ്ഞിത്ത. അല്ല, പാത്തു ഭയങ്കര സ്നേഹത്തില്. ആദ്യമായിട്ട് നമ്മളെ കാണുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതില്ല. അതായത് കൊറേ നാള് എനിക്ക് കൊറേ നാളായിട്ട് നമ്മളെ കാണുന്ന ഒരു ഇത്ത നമ്മളോട് വർത്താനം പറഞ്ഞ ഒരു ഫീൽ. പാത്തു ഇളയത് തന്നെക്കാളും. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ മുസ്ലിം ചേച്ചി എനിക്കറിയില്ല ഇതെങ്ങനെ പറയണ്ടെന്ന് മനസ്സിലായില്ല. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ. പിന്നെ അവിടെ വെച്ച് തീർന്നു. നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അവിടെ നിന്ന് ഭയങ്കര കമ്പനിയായി, ഭയങ്കര ഹാപ്പി, ഭയങ്കര കമ്പനിയായി. പിന്നെ സമീലിക്ക് നമുക്ക് ഓരോ പരിപാടിക്ക് നമ്മൾ വിളിക്കും, ഓരോ വീഡിയോക്ക് വേണ്ടി സമീലിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിക്കും. അങ്ങനെ നമ്മൾ ഈ വീഡിയോ യൂട്യൂബിന്റെ കാര്യങ്ങൾ സംസാരിച്ച് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ തന്നെ വിളിക്കാൻ ഒരാളെ, തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കണം, വീഡിയോയുടെ A to Z കാര്യങ്ങൾ എല്ലാം പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അത് മാത്രല്ല കേട്ടോ, ചേട്ടൻ ഇപ്പോഴും ആണെങ്കിലും നമ്മുടെ ലൈഫിലെ വലിയ ഡിസിഷൻസ് എന്തെങ്കിലും എടുക്കേണ്ടി വരാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ സമീലിക്കടുത്ത് ചോദിച്ചു. അതിപ്പോ സമീലിക്കടുത്ത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സമീലിക്കയുടെ ഒപ്പീനിയൻ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് എന്താണ് ആളുടെ അഭിപ്രായം കൂടി അറിയാൻ. എനിക്ക് സമീലിക്ക് ഇപ്പോഴും പറയും, ഇവന് എല്ലാ കാര്യത്തിനും എന്നോട് ചോദിക്കാൻ ഇവന് തോന്നിയത് ചെയ്യുന്നു. ഞാൻ അങ്ങനെയാണ് എപ്പോഴും കുറച്ച് സമീലിക്കനോട് സെക്കൻഡ് ഒപ്പീനിയൻ എന്തായാലും ചോദിച്ചിരിക്കുക. അങ്ങനെയാണ് നമ്മൾ സമീലിക്കയും പാത്തുമായിട്ട് കമ്പനിയാണ്. പിന്നെയാണ് സമീലിക്കയുടെ 200K മീറ്റപ്പ് വരുന്നത്. ആ മീറ്റപ്പിന് കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ആക്ച്വലി വിന്നീനെയും സറഫിനെയും പരിചയപ്പെടുന്നത്, അല്ലേ? പക്ഷെ അത് അങ്ങനെ പരിചയപ്പെടല്ല. നമ്മളിങ്ങനെ വിന്നി എനിക്ക് ഇടയ്ക്ക് അവള് മെസ്സേജ് അങ്ങോട്ടൊന്നും അയച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവള് ഇക്കനോട് പറയാതെ അതിനുശേഷം പറയണേ, ഇക്കനോട് പറയുന്നത് അവര് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കണം, അവര് 4th സ്ട്രീറ്റിലാണെന്ന് തോന്നുന്നു, ഇതാണ് ബിൽഡിംഗ് തോന്നുന്നു. സർഫും മിന്നിയും താമസിച്ചിരുന്നത് ഡിസ്കവറി ഗാർഡൻസിലാണ്. നമ്മളും ഡിസ്കവറി ഗാർഡൻസിലാണ്, തൊട്ടടുത്ത നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അവരവിടെയുള്ള കാര്യം അല്ലെങ്കിൽ അവരാരാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. വീഡിയോ ചെയ്യണ്ടോ, അതൊക്കെ വീഡിയോ ചെയ്യുന്നോണ്ട് നമ്മള് പരിചയപ്പെട്ടു. അവരും വീഡിയോസ് ഇടണ്ടായിരുന്നു യൂട്യൂബിൽ. പക്ഷെ നമ്മളങ്ങനെ കാണല് വളരെ കുറവായിരുന്നു. നമ്മുടെ വീഡിയോ അവര് കാണാറുണ്ട്. അങ്ങനെയല്ല, അവര് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിന്നി ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് കാണാട്ടോ ഇവിടെ അടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് എപ്പോഴോ ഒരു മെസ്സേജ് യോഗ യോഗ മറ്റേ ഭയങ്കര എന്താണ് ഹെൽത്തി സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എക്സസൈസ്, അപ്പൊ ഇവനെ വിളിക്കും, അതൊക്കെ ചെയ്യും. ഇവ എന്റെ അടുത്തൊന്നും പറയും ഇങ്ങനെ യോഗ, നിനക്കൊരു പ്രാന്തുണ്ടായി ഈ യോഗ ഒക്കെ ചെയ്യണോടത്ത് പോകാനായിട്ട്, നീ ഇവിടെ ഇരുന്നാ മതി എന്ന് പറയും ഇവരുടെ അടുത്ത്. പിന്നെ മറ്റേ പായൊക്കെ ആയിട്ട് അവിടെ പുൽത്തകടി പോയിട്ട് ഈ സാധനം കടിക്കും. അല്ല പുൽത്തകിടിലൊന്നല്ല പോണെ, അവരുടെ വീട്ടില് ഇക്ക ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകും ഞാൻ, ഇക്ക ഓഫീസിൽ പോണ സമയത്ത് ഞാനും പിന്നെയും കൂടെ യോഗ ചെയ്ത് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവ കൂർക്കം പുല്ലത്തി എനിക്ക് ബോറടിക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് വേണല്ലോ. ഇവള് മറ്റേ ഏതാണ്ടൊക്കെ ഇങ്ങനെ ശ്ലോകങ്ങൾ ഏതാണ്ടൊക്കെ ഉണ്ട്, അവളൊക്കെ ചെയ്യും. ഭയങ്കര ഇന്റലിജന്റ്. ഇന്നിപ്പോ ഇത് കടിച്ചിരിക്കുന്നുണ്ടാവും. അല്ല എന്നിട്ട് അത്രേ ഉള്ളൂ. അജയ്ച്ചേട്ടനായിട്ട് തീരെ കമ്പനിയില്ല, ഒരു പരിചയം ഒന്നുമില്ല. റിജോ ചിക്കുവായി സമീലിക്ക പാത്തു, ഇനി വേറെ ആരും വേണ്ട ലൈഫിൽ. ഞാൻ ക്ലോസ് ചെയ്തു എന്റെ
ഗ്രൂപ്പ് ഈ സർക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. പിന്നെയാണ് സമീലിക്കയുടെ 200K മീറ്റപ്പ് വന്നത്. അത് കുറെ യൂട്യൂബേഴ്സിനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ആ സമയത്ത് ബിന്നി ഓടി വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കണ്ടെടുക്കാണ്ട് അവളെ, അതെന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല, അവളിങ്ങനെ വീഡിയോയിൽ കാണുന്ന ഒരാളെ, അവള് ഇഷ്ടത്തോടെ കാണുന്ന ഒരാളെ നേരിട്ട് കണ്ടെന്റെ. അപ്പൊ അവളിങ്ങനെ കുറെ നേരം നോക്കി നിന്നിട്ട് എന്റെ അടുത്ത് ആദ്യമായിട്ട് ആ സമയത്ത് കാണുന്ന നമ്മള്. അപ്പൊ അവളിങ്ങനെ കുറെ സംസാരിച്ചു. അവിടെ അടുത്ത് തന്നെ തൊട്ട് ഓപ്പോസിറ്റ് അവിടെ മദീനയില്ല, എന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ താമസിക്കണേ, ഒരു പ്രാവശ്യം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സംസാരിച്ചു. കുറെ പേര് ആ കൂട്ടത്തിൽ അന്ന് സംസാരിക്കുകയും ചെയ്തു. അതായത് നമ്മള് പലചരക്ക് വാങ്ങുന്ന കടയുടെ ഓപ്പോസിറ്റ് ഇവര് താമസിച്ചിരുന്നത്, തൊട്ടടുത്ത്. അപ്പൊ എന്നും അല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓക്കെ നടന്നു പോയിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങുക. അപ്പൊ ഇവരുടെ വീട് ക്രോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അത് അവര് കാണുന്നുണ്ട്, നമ്മളിടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അവര് കാണുന്നുണ്ടാവും. പക്ഷെ ആ തൊട്ടപ്പുറത്താണ് വീട്, നിങ്ങൾ വായോ ഒരു ദിവസം നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാൻ, ചായ ഒക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ അവള് വീണ്ടും വിളിച്ചു, എടാ ഞങ്ങള് ബിരിയാണി വീട്ടിലേക്ക് വരുമോ, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുക, അങ്ങനെ പറഞ്ഞു. അപ്പൊ അയച്ചേട്ടൻ ഓഫീസിൽ നിന്ന് അജയ് വന്നിട്ട് ഞാൻ അയച്ചോണ്ട് പറഞ്ഞു, അയച്ചേട്ടൻ നമുക്ക് വിന്നിയും ഷറഫ്ക അവരില്ലേ, നമ്മള് അന്ന് കണ്ടവര് അവര് വിളിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോയാലോ, ജസ്റ്റ് അവര് വീട്ടിൽ പോയിട്ട് ഒന്ന് സംസാരിച്ചിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു. അപ്പൊ അയച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ലടി. ആ സെയിം മൃജോചേട്ടനെയും ചിക്കുനെയും പരിചയപ്പെട്ട അതേ സംഭവം, പുതിയ ആൾക്കാരെ വീണ്ടും പരിചയപ്പെടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും കുറെ മാറിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കയ്യും കാലും പിടിച്ച് അയച്ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, അയച്ചേട്ടാ അവര് ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ അയച്ചേട്ടൻ ബിരിയാണി അത് ഒച്ചെടുത്ത ആള് എന്താ ബിരിയാണിയോ, എന്നാ പിന്നെ നമുക്ക് പോയാലോ. ബിരിയാണി കിട്ടുന്ന കേട്ടപ്പോ എനിക്കൊരു കൊതി വന്നു. ആ സമയത്ത് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞ ഒരു ശല്യമില്ല, ഒരു പ്രശ്നമില്ല. അവസാനം നമ്മള് മദീനയുടെ ഫ്രണ്ടിൽ എത്തിയിട്ട് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് വിളിച്ച. അപ്പൊ അവള് ജനല് തുറന്നിട്ട് അന്ന് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞു നമ്മള് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ. ഈ എക്സസൈസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇവര് തമ്മില് പതുക്കിനെ പരിചയം. അപ്പൊ പിന്നെ സറഫിനോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് പറയുന്ന കാര്യങ്ങൾ അവനും മനസ്സിലാവുന്നുണ്ട്, അവൻ പറയുന്ന കാര്യങ്ങൾ എനിക്കും മനസ്സിലാവുന്നുണ്ട്. ഓവർ ഈ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു നാട്ടുകാരൻ, തൃശ്ശൂർക്കാരുമാണ്. അപ്പൊ ആ ഒരു പതുക്കനെ ആ ഒരു റിലേഷൻഷിപ്പ് പതുക്കനെ കംഫർട്ടായി. അതെ, പിന്നെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി തുടങ്ങി. അങ്ങനെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ്. ബിരിയാണി പിന്നീട് ബിരിയാണിയിൽ അതേ ചേട്ടൻ വീണു ഗായ്സ്. ചിക്കന്റെ ഈ രണ്ടറ്റുണ്ടല്ലോ, അപ്പൊ ഈ തലേന്റെ ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് അപ്പൊ ഈ കമ്പിമേൽ ഈ ചിക്കൻ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കും. ഇതിങ്ങനെ കുത്തി എന്നിട്ട് ഇങ്ങനെ നടുക്ക് കൂടി ഇണ്ട് കയറ്റി എന്നിട്ട് അതിന്റെ ഈ നെഞ്ചടി അപ്പൊ ഇതിരുന്ന് ഈ ഭാഗം താഴേക്ക് വീണു. അപ്പൊ അങ്ങനെയാണ് വിന്നിയും സറഫും ആയിട്ടുള്ളൊരു സൗഹൃദം നമ്മൾ ആരംഭിക്കുന്നത്. പിന്നെ നമ്മള് പരിചയപ്പെടുന്നതാണ് രാകേഷും യമുനയും. അതെന്ന് വെച്ചാൽ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നിനെയും സറഫിനെയും പരിചയപ്പെട്ട അതേ ടൈമിലാണ് ഏകദേശം നമ്മൾ രാകേഷ് സമയത്ത് അതൊക്കെ നടക്കുന്നത്. യമുനെയും പരിചയപ്പെടുന്നത്. രാകേഷ് ഏട്ടനെ യമുനെ അന്ന് ഈ പറഞ്ഞ പോലെ 200K മീറ്റപ്പിന് നമ്മൾ പരിചയപ്പെട്ടപ്പോ ഇവള് ഈ പറഞ്ഞ പോലെ പൊന്നു ക്യൂട്ട് ഒരു സാധനം ഇവളെ എടുത്തുകൊണ്ട് ഞാൻ നടപ്പായി തുടങ്ങി. അവളൊരു പിങ്ക് ഉടുപ്പായിരുന്നു, ഒരു പിങ്ക് അല്ല, ഒരു നല്ല ചൂട് സമയം, അവൾക്ക് ഭയങ്കര ചൂട് കൊടുക്കണം. ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാം. അപ്പൊ രാകേഷ് ഏട്ടനും ഭയങ്കര അടിപൊളി, യമുവും ഭയങ്കര ഇത്. എന്നിട്ട് നമ്മൾ കുറെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടില് അന്ന് അത് ചേട്ടൻ രാകേഷിനോട് സംസാരിച്ചു. അങ്ങനെ ഇല്ല, ഞാൻ അവനെ കണ്ടുകൂടി ഓർമ്മയില്ല. അതൊരു ഓർമ്മ പോലും ഇല്ല ചേട്ടന്. ഞാൻ എന്നിട്ട് സംസാരിച്ചു വീട്ടിൽ നിന്നിട്ട്. അന്ന് യമുവിന് ഇൻസ്റ്റാഗ്രാം ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. രാകേഷ് ഏട്ടൻ ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചു, രാകേഷ് ഏട്ടാ ഭയങ്കര ഹാപ്പി കേട്ടോ, പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ അവരെ വീഡിയോ കാണണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം, നല്ല വൈബ് ഉണ്ട്, സംസാരിക്കുമ്പോ ഭയങ്കര സന്തോഷമായി. യമുവിന്റെ നമ്പർ തരുമോ, അല്ല യമുവിന് ഇൻസ്റ്റാഗ്രാം നമ്പർ വരുന്നല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ യമുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് ഷെയർ ചെയ്തു. എല്ലാരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഞാൻ അതിൽ ചെന്ന് പെടുകയാണ്. ഞാൻ യമുന് മെസ്സേജ്, ആ സമയത്ത് യമു അല്ല യമുനയാണ്, യമുന എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാം യമുന എന്നൊക്കെ വിളിക്കാൻ ഭയങ്കര പാട്, യമൂന്ന് വിളിച്ചോട്ടെ, ഞാൻ ഭയങ്കര ക്രിഞ്ചണല്ലേ. അപ്പൊ അവള് എന്നെ ഇവിടെ എല്ലാവരും യമൂന്നൊക്കെ വിളി, അങ്ങനെ ഞങ്ങള് കമ്പനിയായി. പിന്നെ ഒരു പ്രാവശ്യം രാകേഷ് ഏട്ടൻ പിന്നെ അയച്ചേട്ടൻ വിളിക്കുക എന്തോ അല്ല എവിടെയോ പോയി വരുമ്പോ രാകേഷ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഏതൊരു സ്ഥലത്ത് പോയി വരുമ്പോ യമുനയുടെയും രാകേഷിന്റെയും കൂടെയാണ് നമ്മൾ കാറിൽ വരുന്നത്. കാറിൽ വരുന്ന സമയത്താണ് രാകേഷിനെ ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അന്ന് അവന്റെ ജീവിത കഥ എന്റെ അടുത്ത് പറഞ്ഞു. അവന്റെ കഥ എന്ന് വെച്ചാൽ
ഒരു കഥയാണ്, ഭയങ്കര കഥയാണ്. അത് കേട്ടിട്ട് അതായത് രാകേഷന്റെ ചെറുപ്പത്തിലെ കഥ, അതായത് അവര് ഗ്രോ ചെയ്ത കാര്യങ്ങൾ. അതെ, അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ, കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും. അവനോട് ഭയങ്കര, അതായത് അവൻ മറ്റേ ബാഹുബലിയിലത്തെ പ്രതിമ പൊന്തണ പോലെ ഇങ്ങനെ പൊന്തി 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 വന്നു. അപ്പൊ ഭയങ്കര ഇഷ്ടമായി അവന്റെ അടുത്ത്, അവന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സംസാരിച്ചിരിക്കാൻ ഭയങ്കര കോമഡി. അതെ, അതായത് ഒരു വിഷയം ഇല്ലെങ്കിലും അവൻ എന്തെങ്കിലും വിഷയം ഇട്ട് അവൻ തന്നെ സംസാരിച്ചോളൂ. നമ്മൾ അല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞാൽ മതി എന്തെങ്കിലും, അവൻ ഇങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നസെന്റ് കണ്ടുപിടിക്കുക, അതായത് ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇന്നസെൻസ് അവക്ക് എന്താ പറയാ, ഭൂമിയോളം. അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായി. യമു സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പലരും മദർ തെരേസ എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. ബഹളവും വഴക്കൊക്കെയാണ്. നീ എന്തിനറിയപ്പോ അതിന് ടെൻഷൻ അടിക്കണ്ട. അജയ് ചേട്ടാ, അജയ് ചേട്ടാ എന്ത് പറയുന്നേ? ആ ഒരു വൈബായിരുന്നു. ഭയങ്കര പാവം, ഭയങ്കര ഒരു കൂടുതൽ എല്ലാരും പാവമാണ്, പക്ഷെ നമുക്ക് എടുത്ത് പറയാൻ തോന്നുന്ന ഒരു പാവമാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്തോ ഒരു ഇതിനു വേണ്ടി അവൻ നമ്മുടെ ഒരു ഫോട്ടോ എന്തോ ഫ്രെയിം ചെയ്ത് 31 ഓഗസ്റ്റ് നമ്മുടെ കല്യാണ വാർഷികത്തിനാണ്. അപ്പൊ ഇവൻ വലിയൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെ ആയിട്ട് അന്ന് വഴി തെറ്റിട്ട് അവര് വന്നേ, മോളിൽ പോയി സ്ഥലത്ത് പോയി, ആള് വേറെ ആയിരുന്നു, വേറെ ഫ്ലാറ്റ്. ഞങ്ങള് വേഗം ഓടി തിരിച്ചിങ്ങോട്ട് താഴെ. അങ്ങനെ ഇവൻ നമുക്കൊരു ഫോട്ടോ തോന്നുന്നു. അവൻ തന്നെ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു നമ്മളൊരു പരിപാടിക്ക് പോയപ്പോ. അത് ഭയങ്കര സന്തോഷമായി. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതായിരുന്നു ആ ടൈമിൽ, അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഈ രാകേഷിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാനും രാകേഷും ഏറ്റവും കൂടുതൽ സംസാരിക്കാറെന്ന് വെച്ചാൽ ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊക്കെ. അവന് നല്ല അറിയും അതിനെ കുറിച്ച്. അവൻ ക്യാമറകളെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഭയങ്കര അന്താരാഷ്ട്ര അങ്ങനെയല്ല, സാധാരണ കാര്യങ്ങള്. ഏത് ലെൻസ് ആണ് നല്ലത്, എങ്ങനെയാണ് വീഡിയോ ഷൂട്ട്, ലൈറ്റിംഗ് എന്താണ്, ഫോട്ടോഗ്രാഫി, അവന് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ട് അവന്. അപ്പൊ അവനും ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ, ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അതൊക്കെ കേട്ട് അവനോടും അവൻ പറഞ്ഞ കാര്യം കേൾക്കാൻ ഇഷ്ടമായി. പതുക്കെ അവന് വിളിക്കാൻ തുടങ്ങി സംശയങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പൊ അവൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വെക്കില്ല, ഒരു 10-15 മിനിറ്റ് അവൻ വർത്താനം പറയും. അങ്ങനെ പതുക്കെ രാകേഷായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും സ്റ്റാർട്ടായി. പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് റിജോ, ചിക്കു, സർഫ്, വിന്നി, ഞാനും ഇവയും ഞങ്ങളൊരു സെറ്റ് ഉണ്ടാക്കി. ഇപ്പുറത്ത് റിജോ, ചിക്കു, സമീലിക്ക, പാത്തു, രാകേഷ്, യമുന, ഞാനും ഇവയും വേറൊരു സെറ്റ് ഉണ്ടാക്കി. അതിന്റെ ഇടയിൽ പാത്തുവിന്റെ ബർത്ത്ഡേ ആഘോഷമല്ലേ, അതിനുവേണ്ടി നമ്മൾ ചെന്നപ്പോ എല്ലാരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പതുക്കിനെ ഉണ്ടായി. അങ്ങനെ പതുക്കിനെ ഇപ്പൊ പിന്നെ രാകേഷിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ കൂടാന്ന് പറഞ്ഞപ്പോ റിജോ ചേട്ടൻ, ചിക്കു, വിന്നിയും ഷറഫ്ക്കെ വന്നു, അവിടേക്ക് വന്നു. പിന്നെ അത് സമീലിക്ക് വന്നു. അപ്പൊ അങ്ങനെ പതുക്കനെ ആ ഒരു ഗ്രൂപ്പ് ബിൽഡായി വന്നു. എല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാൻ തുടങ്ങി. ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നു, അതിനെ കുറിച്ച് സംസാരിക്കുന്നു, സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ഈ വീഡിയോയുടെ ബാക്കി ആ വീഡിയോയുടെ ബാക്കി അങ്ങനെ കണ്ടന്റുകളെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിസ്കസ് ചെയ്ത് പതുക്കനെ നമ്മുടെ എല്ലാ ടേസ്റ്റുകളും ഒന്നായി, വൈബുകൾ സെയിം ആയി. ഫ്രണ്ട്സായി. അതെ, പൊന്നും ഈസിയും ഫ്രണ്ട്സ്, വൈഫ് എല്ലാരും ഫ്രണ്ട്സായി. അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാവർക്കും അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയി. പിന്നെ പറയാനല്ല തോന്നണതിനെ, ശരിക്കും എക്സ്റ്റെൻഡഡ് ഫാമിലി, ഒരു ഫാമിലി തന്നെ ശരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഈ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ നല്ലോണം മിസ് ചെയ്യണ ഒരാളുണ്ട്. 3 പേരുണ്ട്, റിജോ ചേട്ടനും, ചിക്കും, വാവയും. ഈ ഒരു ടൈമിൽ ഇവരും കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ മിസ് ചെയ്യുന്നേക്കാൾ കൂടുതലായിട്ട് അവൻ ഈ ഒരു ടൈം മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ആകെ ഒരു ലേ ഓവറിന് വേണ്ടി കുറച്ചു നേരം മാത്രം UAE ഉണ്ടായിരുന്നു. അന്ന് എല്ലാരും പോയി അവനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞായിരുന്നു. ഇതിനെ കുറിച്ച് കുറെ പേര് നമ്മളോട് ചോദിച്ചിരുന്നു. അത് കാരണമാണ് നമ്മളിത് പറഞ്ഞത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഓർമ്മയിൽ ഉള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. ഇപ്പം മിസ്സായി പോയിട്ടുണ്ടാവും, വേറെ ആയിരിക്കും. ഇപ്പൊ സമീലിക്ക നമ്മളെ കണ്ട രീതി വേറെ ആയിരിക്കും, വേറെ രീതിയിലായിരിക്കും ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ടാവുക സമീലിക്കയ്ക്ക്. കാരണം വിന്നിയും സർഫും അല്ലെങ്കിൽ റിജോയും ചിക്കും സമീലിക്കായിട്ട് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കായിരിക്കും പറയാൻ പറ്റാം. ഇത് നമുക്കറിയില്ല. അതുപോലെ നമ്മളെങ്ങനെ രാകേഷായിട്ട് ഇത്ര ആത്മബന്ധം ഉണ്ടായെന്നുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഇത്. രാകേഷിന്റെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. അപ്പോ ഇത് നമുക്കറിയില്ല. പക്ഷെ ഓൾ ടുഗദർ നോക്കാൻ
ഒരുപാട് മെമ്മറീസ്, ഒരുപാട് നല്ല ഒക്കെ അധികം വർഷമായിന്ന് തോന്നല്ല. അതെ. എല്ലാം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നടന്ന ഫീലുള്ളൂ. ഇതാണ് നമ്മളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ ലൈഫ് ഈ ഒരു 6-7 വർഷം കൊണ്ട് മാറി എല്ലാവരുടെയും എല്ലാവരുടെയും ഞങ്ങളുടെ ഈ 5 പേരുടെയും ഒരു തരത്തിലല്ല. ഇവിടെ തന്നെ അവരൊക്കെ 3 പേരും ഇവിടെ തരുന്നുണ്ടെങ്കിലും എല്ലാവരുടെ ലൈഫ് ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാറാത്തൊരു കാര്യം ആ ഒരു ബോണ്ട്. That was a brilliant dialogue. We can end this vlog with this one. Thanks. അപ്പൊ ഈ ഒരു നോട്ടോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും അവർക്ക് എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ചേട്ടാ. Bye bye. It was beautiful.